ഹലോ, നീ എങ്ങനെയാണ് ഈ രണ്ട് കുഞ്ഞു മക്കളെയും വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് എന്നോട് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് കോട്ടയത്തായതിനാലും ഞാൻ തൃശ്ശൂരാണ് ഇപ്പം നിൽക്കുന്നത് എന്നതിനാലും എനിക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. അപ്പം അന്നേ ദിവസം ഞാനും മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഞാൻ ഒരു ജോലിക്ക് പോകണ അമ്മയായതിനാലും മക്കളുടെ കൂടെ അധികം സമയം എനിക്ക് ചെലവഴിക്കാൻ സാധിക്കാത്തതിനാലും ഇങ്ങനെ വീണ് കിട്ടുന്ന ദിവസങ്ങൾ എനിക്ക് ലക്കായിട്ടാണ് തോന്നാറുള്ളത്. അപ്പം ചോദിക്കും, ലക്ക് മാത്രമാണോ, നിനക്ക് ദേഷ്യം വരാറില്ലേ, സങ്കടം വരാറില്ലേ? തീർച്ചയായിട്ടും മക്കൾക്ക് വയ്യാണ്ടാകുമ്പോഴും വലിയ വാശി ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞാൻ ഫ്രസ്ട്രേഷൻ്റെ അങ്ങേ അറ്റത്തെത്താറുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട് അലങ്കോലപ്പെട്ട് കിടന്നാലും നമുക്ക് സമയത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും സമയത്തിന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുമക്കളുടെ കുഞ്ഞു പ്രായത്തിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലേ? മക്കളൊക്കെ വേഗം വലുതാകും. അവർ നമ്മുടെ മക്കൾ മാത്രമായിരിക്കുന്നത് ഈ ഒരു സമയത്താണ്. നാളെ ഒരു കുടുംബസ്ഥനാവും. ആ സമയത്ത് ഞാൻ ഇന്ന് കൊടുക്കാത്ത സ്നേഹം, ഇന്ന് കൊടുക്കാത്ത പരിഗണന അന്ന് എൻ്റെ മകൻ മാത്രമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ സാധിക്കില്ല. അത് കൊണ്ടെത്തിക്കുക അവരുടെ കുടുംബ തകർച്ചയിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് തനിയായിരിക്കുന്ന സമയം എനിക്കൊരു നഷ്ടമായിട്ട് തോന്നാറില്ല. നിറയെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും, പക്ഷെ അതൊക്കെ നൈമിഷികം മാത്രമാണ്. ഇതൊക്കെ വേഗം കടന്നു പോകും. അവരോടൊപ്പം ആയിരിക്കുക, അവരുടെ കുഞ്ഞി കൊഞ്ചലുകളിലും കളികളിലും അവരുടെ ചിരികളിലും കൂടിച്ചേരുക. കഥ പറഞ്ഞും പാട്ടുപാടിയും ആന കളിച്ചും ഒക്കെ അവരുടെ ഇടയിൽ ഒരു കുട്ടിയായി തീരുക. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ്സ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു കേട്ടോ.